നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു, മാഡം ഒന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. ഓ, അന്നത്തെ കരാട്ടെ കേസ് അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ, കീപ് ക്വയറ്റ്. നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വേപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം. 12 കുപ്പി വാങ്ങി, 9 കുപ്പി വരെ കുടിപ്പിച്ചു. ബാക്കി 3 കുപ്പി ഉണ്ട്. അത് വേണേ മാഡത്തിന് തന്നേക്കാം, പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല അതൊക്കെ ക്രെഡിറ്റായി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. മാഡം ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്താ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ? ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം. എങ്കിലും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്രയും മതിയോ? ഇനി ഒന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു അതെ അതെ, അത് തന്നെ, അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം, നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് കേസ് വിടാം. എന്താ പ്രസിഡന്റ്? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. അയ്യേ അയ്യേ, എന്താ വേഗം വാ. വനിതാ വിമോചന മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. പോലീസ് കമ്മീഷണല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാന്ന് വിചാരിച്ചു. പീഡനം ചീറ്റിപ്പോയി. എടി, അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റെ ഇടകളെയും താന്തോന്നികളെയും രക്ഷിക്കാനുള്ളതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര്. ഭാര്യയുടെ പീഡനമേറ്റ് കഴിയുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ. ഒരെണ്ണം ഉണ്ടാക്കണം. പോണ പോക്ക് കണ്ടില്ലേ? എന്താ ഏട്ടാ ഇത്? ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാൻ അസുര വിത്ത. എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട്. മോളെ, ഡാഡി, മമ്മി, പെട്ടെന്ന് വരണമെന്ന് മോള് വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഇപ്പൊ തന്നെ വന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ മോളെ അകത്തൊരു പാട്ടും ബഹളമൊക്കെ? ഇതൊക്കെ പറയാനാ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും പാട്ട് നിങ്ങളും കേട്ടല്ലോ, ഭാഗ്യം. വന്ന് നിൽക്കുന്നുണ്ടല്ലേ കാന്താരികള്. ന്യൂസ് പിടിക്കാനാ ഇവളുമാരെ സഞ്ജുവിനെ മിസ്ലീഡ് ചെയ്യുന്നത്. മർമ്മത്തിന്റെ ഒരു നിപ്പ് കണ്ടില്ലേ? അയാൾ ഇപ്പൊ കുടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കൂടിയിരിക്കുക. ദുഷ്ടനാ. സഞ്ജീവൻ എവിടെ? അദ്ദേഹമല്ലേ ഗാനമേളയുടെ ലീഡർ. അടുത്തത് കമ്പോസ് ചെയ്യായിരിക്കും. ഇവിടെ നിന്നോ? മക്കളെ, കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്പറാ ഡാഡി. എന്താ സഞ്ജീവ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സാർ. അച്ഛൻ പഠിപ്പിച്ചതാ. ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്ദിക്കണമെന്ന്. നോക്കി നിൽക്കുന്നു. അങ്കിളിന് ആന്റിക്ക് ചായ കൊടുക്ക്. സദാനന്ദ, ഡ്രംസും ക്ലാർനെറ്റും ഒക്കെ ആയിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റുകാരാണല്ലോ. എന്താടോ ഇതൊക്കെ? ഒരു ഗാനമേളയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു സാർ. പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല്, അതും കമ്മീഷണർ നേതൃത്വത്തിൽ. നടക്കട്ടെ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതി. സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി. ഞാൻ ഇവളെ എന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം. എന്താ ഇത് മുഖത്തുതിയാ? മറ്റേ പ്രശ്നം കൂടി ചോദിക്കട്ടെ. എന്താടോ സഞ്ജീവ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല? ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഒരു പ്രശ്നമില്ല സാർ. അച്ഛൻ തന്നെ പറ, ഞാനും ഗീതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
വാ 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 മക്കളെ, നിങ്ങൾ മേട്ടത്തിൽ തമ്മിൽ വല്ല പോരും ഉണ്ടോ? ഏയ് ഒന്നുമില്ല. ആ കേട്ടില്ലേ, ഇവിടെ എല്ലാരോടും സ്നേഹവും വിശ്വാസവുമാ. ദാ കമ്പ്യൂട്ടറെ ചായ. താങ്ക് യു. അങ്കിളും ആന്റി ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടി വിയിൽ വന്ന് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ആ അതിൽ ഗീതു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ദൈവമാണെന്നൊക്കെ. അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും അല്ലേ അച്ഛാ? അതെ അതെ, ആ മനം പോലെ മംഗല്യം പരിപാടി ടി വിയിൽ വന്നപ്പോ സാറ് ഇവിടെ വരണമായിരുന്നു. സഞ്ജീവനും ഗീതും തമ്മിൽ അടി പിടി. അല്ല, അവർ അടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരമ്പോക്കും. ഡാഡി എനിക്കിവിടെ ബോറടിക്കുന്നല്ലേ? ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക അങ്കിൾ. പഴനി, കാശി, രാമേശ്വരം, തിരുപ്പറക്കുണ്ട്രം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മുട്ടയടിച്ച് മടങ്ങും. അങ്ങനെ 10 ദിവസത്തെ ജോളി ട്രിപ്പ്. ഭഗവാനെ, ഡാഡി ഇത് വെറുതെ പണം ചെലവാക്കണ്ടെന്നാ ഇവള് പറയണത്. ഓ, ഇങ്ങനെ ഒരു പിശുക്കി. അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നേ. ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാവരും വരണം. ഗോപാലപിള്ളേ, മക്കളെയും കൂട്ടി നേരത്തെ വന്നേക്കണം. വിവാഹ വാർഷികത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഗീതു വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ വന്ന് നിന്നോട്ടെങ്കിൽ. വേണ്ട, വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. കേട്ടില്ലേ, കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു. സഞ്ജീവൻ ഒന്ന് വന്നേ. സാർ, താൻ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGP, അത് ഓർമ്മ വേണം. തന്റെ പ്രകടനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. സർ. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അല്ല സാർ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ആ മനസ്സിലായി. ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ, നന്നായിരുന്നു. എന്താ അത്? ഒന്ന് മുളിക്കേ. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം. ആ. പെണ്ണായ വെരി ഗുഡ്. പോലീസ് ഓഫീസറും മകളും ഒക്കെ ആണല്ലോ കഥാപാത്രങ്ങൾ. താൻ വലിയൊരു കവിയും കൂടെ ആണല്ലേ? അയ്യോ സാർ, ഇത് ഞാൻ എഴുതിയല്ല, നമ്മുടെ DIG ഇടിക്കുള്ള സാർ എഴുതിയതാ. ഓഹോ, എന്നാ ശരി. ഓ, സാർ. ആ. ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി. IPS മറന്നിട്ടില്ലല്ലോ. ഹ, ഇത് എന്തൊരു ചോദ്യം എന്റെ ഗീതു. എനിക്കാകപ്പാടെ ഉള്ള ഒരു അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ വിവാഹ വാർഷികം ഞാൻ മറക്കുക എന്റെ കൂട്ടാ. ഒരേ ഒരു അമ്മായിയപ്പൻ. ഒരാഴ്ച മുമ്പ് പോകുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല മോളെ. അത് DGP അങ്കിളിന് അറിയാം. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വൈകിട്ട് ഞാൻ എത്തിക്കോളാം. അത് വേണ്ട, നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. ഇറ്റ്സ് മൈ സ്ട്രോങ് ഡിസിഷൻ. Then okay. എന്താ DGP അങ്കിള് ഞങ്ങളെ ക്ഷണിച്ചതാ. ഞങ്ങളും തയ്യാറായി നിൽക്കട്ടെ ഏട്ടാ. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ ഏട്ടത്തിയില്ലേ? ചോദിക്ക്, അനുവാദം മേടിക്ക്. ഇവരും കൂടി വന്നോട്ടെ അല്ലേ? ഓ, മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ, എന്താണാവോ? പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രേ ഗോപാലപിള്ളേ എന്നാണ് DGP അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും കൂടി. പിന്നെ അവിടെ കണ്ണു കെട്ടാരിക്കാൻ ഒരു കോലത്തിന്റെ കുറവും കൂടിയുണ്ട്. ഇത് എല്ലാരും എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട്, DGP അദ്ദേഹത്തിന്റെ മകളുണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതാരടാ രണ്ടുപേര്? രണ്ടും ഒരാൾ തന്നെ. ദാ നിൽക്കുന്നു. മരുമോള് സമ്മതിക്കുകയാണെങ്കിൽ വന്നാ മതി. പോയിട്ട് വരട്ടെ കുട്ടാ. സഞ്ജു, ഐ എം സീരിയസ്. കൃത്യം എത്ര മണിക്ക് വരും? കൃത്യം 7 മണിക്കെത്തും. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? വേണ്ടെന്നേ, എത്തും. മുമ്പൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാനല്ലല്ലോ. അല്ല, ഉറപ്പ്. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും.